ഹലോ എവരിവൺ. ഫൈനലി ഞാനും യൂട്യൂബ് ഫാമിലിയുടെ ഒരു മെമ്പർ ആവുകയാണ്. ഐ എം സോ എക്സൈറ്റഡ്. ഈ പറയുന്നത് തന്നെ അതുണ്ട്. കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്ത് അത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം, അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം. അപ്പോൾ അതിങ്ങനെ മടി കാരണമാണോ എന്തൊക്കെയോ തടസ്സം കാരണം അതങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരുന്നു. സോ ഇന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഇന്നത്തെ എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഒന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, രണ്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇന്നാണ് യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യണം, എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഡേയും കൂടിയാണ്. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നതാണ്. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്നത് ഹാപ്പൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട്. സോ എന്നെ ഒത്തിരി പേർക്കൊന്നും അറിയത്തില്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് നിവ്യ ജോസഫ്. വീട്ടിൽ അപ്പ അമ്മ 2 സിസ്റ്റേഴ്സാണ് എനിക്കുള്ളത്. ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. 8 ഇയേഴ്സോളായി ഈ ഒരു വർക്കിംഗ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട്. 5 ഇയേഴ്സോളം നാട്ടിലുണ്ടായിരുന്നു. 2 ഇയേഴ്സായിട്ടിപ്പോൾ കറൻ്റ്ലി UAE വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വേറെന്തപ്പാ ഇപ്പോൾ പറയാം, വീട് വയനാടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അതിനെക്കുറിച്ച്. സോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് വെച്ചപ്പോൾ ഞാൻ ജസ്റ്റ് വീട്ടിൽ, അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ ചോദിച്ചു. സജഷൻ അറിയണമല്ലോ, എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്നറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാൻ പേജ് തുടങ്ങിയപ്പോൾ ഞാൻ അമ്മയെ കോൾ ചെയ്തിട്ട്, അമ്മ ഞാൻ ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, എന്താണ് ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ വാസ് ലൈക്ക്, എനിക്ക് കുറേ കമൻറ്റ്സ് കിട്ടിയിരുന്നു മോങ്ങാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഞാൻ ഭയങ്കര ഓൾറെഡി ഞാനൊരു തുടങ്ങണോ വേണ്ടയോ അങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അയ്യോ തളർത്തിയോ എന്നിരുന്നത്. പക്ഷേ ജസ്റ്റ് ഫണ്ണി ഒരു കിഡിങ് ഒരു ഇതായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്കതിന് കുക്കിംഗ് അറിയോ അങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുക്കിംഗ് ചാനലല്ലോ തുടങ്ങുന്നത്. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം വെച്ചാൽ, ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊരു ഡിസ്കഷൻ പോയപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഞാനൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാലോ, അങ്ങനത്തെ ഒരു തോട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ അങ്ങനെ ചോദിച്ചത്, കുക്കിംഗ് നിനക്ക് തന്നെ ചെയ്യാൻ അറിയോ എന്ന രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ കുക്കിംഗ് ചാനലല്ല തുടങ്ങുന്നത്, എൻ്റെ ഒരു ലൈഫ് ജേണി അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അത് ചെയ്യുന്നത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുന്നു, അങ്ങനത്തെ ഒരു ചാനലായിരിക്കും. ലൈഫ് ത്രൂ ഔട്ട്സ് കുറേയൊക്കെ കാര്യങ്ങൾ എൻ്റെ മെമ്മറിയിൽ നിന്ന് പോയി. അതായത് ഇത്ര വരെ ഉള്ള കാര്യങ്ങൾ, കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ അതൊന്നും ക്യാപ്ചർ ചെയ്യാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദ്രവിച്ചു പോകുകയെന്നറിയില്ലേ, അതായത് ഏജ് ആകുന്നതും മരവിച്ച് പോകുകയെന്നറിയാം, അതുപോലെ പോയി അങ്ങനെ കുറേ മെമ്മറീസൊക്കെ. അപ്പോൾ ഇനിയുള്ള മെമ്മറീസ് എങ്കിലും എനിക്ക് ക്യാപ്ചർ ചെയ്ത ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക എന്നറിയില്ലേ, അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കുക, അങ്ങനത്തെ ഒരു ഇത്. ആൻഡ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് അഭിപ്രായം ചോദിച്ചു വന്നു. അപ്പോൾ കുറച്ച് പേര് എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്, കുറച്ച് പേര് നല്ലോണം സപ്പോർട്ട് ചെയ്തു. നെഗറ്റീവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നിനക്കതിന് ഇപ്പം നിനക്കതിന് സംസാരിക്കാൻ അറിയോ, ഇതിൻ്റെ സൗണ്ട് തന്നെ നോക്കുക, ഒരു കേങ്ങേ അങ്ങനെയുള്ളൊരു സൗണ്ടല്ലേ, മര്യാദയ്ക്ക് അതിന് സംസാരിക്കാൻ അറിയോ, മൂക്കും കൊണ്ടല്ലേ സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് കേട്ടോ. അതൊക്കെ ചെറിയ തമാശ രീതിയിലേ ഞാൻ എടുത്തോളൂ. പിന്നെ പലതും ഞാൻ ഓർക്കുന്നില്ല, കാരണം അത് ഓർത്ത് വെക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് പോസിറ്റീവ് മാത്രം എടുത്താൽ മതിയല്ലോ. സോ അങ്ങനെയൊക്കെ കുറച്ച് കമൻസ് ഒക്കെ കിട്ടിയത്, നീയും തുടങ്ങിയ യൂട്യൂബ് ചാനൽ, ഇവിടെ വ്ളോഗേഴ്സിനെ തട്ടി നടക്കാൻ വേല, ഇനിയിപ്പോൾ നിൻ്റെ അഭിപ്രായം കാണണമല്ലോ, അങ്ങനെയുള്ള കുറച്ച് കമൻസ് അത് ഞാൻ ഫണ്ണി ആയിട്ട് എടുത്തിട്ടുള്ളൂ. ദെൻ സപ്പോർട്ടായിട്ടുള്ളവരെന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ടായിരുന്നു സപ്പോർട്ടീവായിട്ട്, നീ തുടങ്ങും നല്ലതായിരിക്കും. കാരണം വെച്ചാൽ നമുക്കൊരു ഇപ്പോൾ ഒരു വർക്കിങ്ങിന് പോകുന്ന ഒരു റൊട്ടീൻ എന്ന് വെച്ചാൽ, രാവിലെ എണീക്കുക, ജോബിന് പോവുക, തിരിച്ച് വരിക, ഉറങ്ങുക, പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഒരു വർക്കിംഗ് റൊട്ടീനായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാഷൻ്റെതും ഇതുപോലെ തന്നെ വ്ളോഗ് എടുക്കുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില സമയമൊക്കെ ഭയങ്കര മടിയായിരിക്കും, ചിലതൊന്നും ചെയ്യാനൊക്കെ ഭയങ്കര മടിയൊക്കെ കാണിക്കും. പക്ഷെ എന്നാലും ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതുപോലെ എന്തെങ്കിലും ക്രാഫ്റ്റിംഗ് ആൻഡ് തിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര എൻ്റെ പ്രൊഫഷനുമായിട്ടുള്ളതൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞു
ഒത്തിരി വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഇനിയും വീഡിയോസിലൂടെ വെറുപ്പിക്കേണ്ടതാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ എന്തപ്പം, നിങ്ങളുടെ സപ്പോർട്ടും കെയറും സ്നേഹവും ഒക്കെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഉണ്ടാവണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.